ഞാൻ പറഞ്ഞത് എന്ത് തരത്തിലുള്ള വാർത്ത കൊടുക്കലാണ് ഇതെന്ന് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ കാണണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വടകരയിൽ ഞാൻ വന്ന ദിവസം നമ്മൾ ബസ് സ്റ്റാൻഡിലെ സമരം നടന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞതാണ്. എന്തുകൊണ്ട് അന്ന് അവിടുന്ന് അങ്ങോട്ടുള്ള ഞാൻ വിദേശത്ത് പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു. ആ ദിവസം ഞാൻ പാലക്കാടായിരിക്കും എന്ന് പറഞ്ഞു. നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞ് അവിടെ പാലക്കാട്ടെ പ്രിയപ്പെട്ട എനിക്ക് താങ്കൾക്കും വ്യക്തിപരമായി പരിചയമുള്ള പാലക്കാട്ടെ പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരും ഞാൻ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ അവരുണ്ടായിരുന്നു. അതിലൊരു മുതിർന്ന പ്രിൻ്റ് മീഡിയക്കാരനും ഒരു വിഷ്വൽ മീഡിയ ആൾക്കാർ, അതുപോലെ തന്നെ ഒരു ഓൺലൈൻ മീഡിയ ആൾക്കാർ ഉൾപ്പെടെ എൻ്റെ കൂടെ അവിടെ ഓഫീസിനകത്തിരുന്നത് ഞാൻ ആളുകളെ കാണുന്നവർ സംസാരിക്കുന്നതൊക്കെ കണ്ടതാണ്. ഇതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ ശേഷം ഇന്ന് രാവിലെ പെട്ടെന്നൊരു വാർത്ത കൊടുക്കുകയാണ്. സി ചന്ദ്രൻ, KPC ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ്റെ വീട്ടിൽ ഷാഫി പറമ്പിലും അവരെല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളത്. എന്നാൽ ഒരു കാര്യമെങ്കിലും ആലോചിക്കുക, ഈ പറഞ്ഞ വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലെങ്കിലും അന്വേഷിക്കണ്ടേ? അദ്ദേഹം 25-ാം തീയതി മംഗലാപുരത്തേക്ക് പോവുകയാണെന്നും അദ്ദേഹത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്ന അവിടെയാണ്. അപ്പോൾ അവർ കുടുംബസഹിതം ഒരു യാത്രയിലാണ്, നേരത്തെ തീരുമാനിച്ചതാണ്, മാറ്റാൻ പറ്റില്ല, നീ വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല മോനെ എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് എന്നോട് പോകുന്നത്. ഇന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ന് രാവിലെ 6:30 മണിക്കാണ് തിരിച്ച് പാലക്കാട് എത്തുന്നത്. വെസ്റ്റ് കോസ്റ്റിൽ മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറി രാവിലെ 6:30 മണിക്ക് വെസ്റ്റ് കോസ്റ്റിൽ എത്തുക. ആ മനുഷ്യൻ്റെ വീട്ടിൽ അയാളും ഞാനും എല്ലാം കൂടെ ചേർന്ന് ഇന്നലെ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് അങ്ങോട്ട് വാർത്ത കൊടുക്കുക. പുള്ളി ടിക്കറ്റ് കാണിച്ചു കൊടുത്തു, പുള്ളി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് അവിടെ ദർശനത്തിന് പോയപ്പെടുത്ത ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതെല്ലാം കാണിച്ചു കൊടുത്തിട്ടും വാർത്ത കൊടുക്കുക. ഞാൻ പറഞ്ഞ വാർത്തകൾ ഉള്ളതിനെ നിങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്യും. വാർത്തകൾ ഉണ്ടാക്കിയിട്ട് അതിനെ ഗ്രൂപ്പ് യോഗമാക്കി ഞാൻ പോയിട്ടേ ഇല്ലാത്തൊരു വീട്ടിൽ, ഞാൻ ഇന്നലെ കടന്നു ചെന്നിട്ടേ ഇല്ലാത്തൊരു വീട്ടിൽ വെച്ച് ഞാൻ ഗ്രൂപ്പ് യോഗം ചേരുന്നു എന്ന് പറയാം. ഇന്നലെയാണെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് വന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു, അവിടെ പാർട്ടി പ്രവർത്തകർ വന്നിരുന്നു, ഓഫീസിൽ അവരൊക്കെ കണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ സി ചന്ദ്രേട്ടൻ്റെ വീട്ടിലേക്ക് ഇന്നലെ പോയിട്ടേ ഇല്ല, ഞാൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. അപ്പം ഞാൻ അവിടെ പോയിട്ടേ ഇല്ല എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന ഈ പറയുന്ന സി ചന്ദ്രേട്ടൻ, KPC ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇന്നലെ പാലക്കാടേ ഇല്ല, ഇന്ന് രാവിലത്തെ വെസ്റ്റ് കോസ്റ്റിലാണ് വന്നത് എന്ന്. പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിലല്ല ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഉന്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി അവർ ഒതുക്കുവാനും തളർത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിക്കുന്നത് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ അങ്ങനെയാണ്. അതിന്റെ ഭാഗമാണ് ഈ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ചൂണ്ടിക്കാണിക്കുന്നത് വീട്ടിലുള്ളവരെയാണെങ്കിലും കാശ് വാങ്ങിയിട്ട് കേറി പൊക്കോള എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം. കൂട്ടിക്കൊടുപ്പ് എന്ന് പറഞ്ഞാൽ അക്ഷരം തെറ്റാതെ നമുക്ക് പറയാം ഇത് കൂട്ടിക്കൊടുപ്പാണെന്നുള്ളത്. ഇതിലും നല്ലത് ഇവരെയൊക്കെ എങ്ങനെ മാധ്യമ പ്രവർത്തകർ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ഒരു മൈക്ക്, ഒരു ക്യാമറ, ഇതൊക്കെ ഇപ്പൊ എല്ലാവരുടെ കയ്യിലുമുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് എന്തോ കിട്ടുന്ന കാശ് നക്കാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, വീട്ടിലുള്ളവരെ കാണിച്ചു കൊടുത്താൽ അവരെയും കേറി പൊക്കോ എന്ന് പറഞ്ഞിട്ട് ആ കാശും വാങ്ങി വയറുമുട്ടെ നക്കുന്ന കൂട്ടത്തിൽ പെടുന്ന ഒരു തരം വർഗങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇവർ മറ്റൊന്നുമല്ല. കാരണം ഷാഫി പറമ്പിൽ, നിങ്ങൾ മറ്റൊന്നും കൂടി ആലോചിക്കണം. ഇവരുടെ TRP റേറ്റിംഗ് ഇപ്പോൾ നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഉണ്ടെങ്കിലേ TRP റേറ്റിംഗ് ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളെങ്കിലേ TRP റേറ്റിംഗ് ഉള്ളൂ. അതില്ലെങ്കിൽ ഇവർക്ക് ഇപ്പൊ TRP റേറ്റിംഗ് ഇല്ല. അപ്പോ നിങ്ങളെ പച്ചക്ക് തിന്നാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവരത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് കൂട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത്. കൂട്ടിക്കൊടുക്കുക എന്നല്ലാതെ ഇതിന് മറ്റൊരു പരിപാടിയും ഇല്ല. കാരണം ഈ വേശ്യ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് നക്കിയിട്ട് ഏമ്പക്കം വിട്ടിട്ട് നടക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവർക്ക് മറ്റൊന്നും അറിയില്ല. ഷാഫി പറമ്പിൽ, ഇത് നിങ്ങളെയാണ് ഉന്നം വെക്കുന്നത്. ആരോപണങ്ങൾ ഉന്നയിച്ചവർ ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോ പരാതി തപ്പി നടക്കുകയാണ് കേരളത്തിലെ പോലീസ്. എന്നാലോ പരാതി ഉന്നയിച്ചിട്ടും പരാതി ഉണ്ടാവേണ്ട ചില കാര്യങ്ങളിൽ പരാതി എടുക്കാനോ കേസ് എടുക്കാനോ FIR രജിസ്റ്റർ ചെയ്യാനോ ഇവർക്ക് താല്പര്യവുമില്ല. അപ്പോ അതവിടെ നിൽക്കട്ടെ, അതൊരു മറ്റൊരു വിഷയമാണ്. ബട്ട് ഷാഫി പറമ്പിൽ, നിങ്ങളാണ് ഉന്നം. അത് എന്നു മുതൽ തുടങ്ങിയതാണെന്നറിയാമോ? എന്നു മുതൽ തുടങ്ങിയതാ? ഇവരെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ ടീച്ചർ അമ്മയാണ് പോലും അങ്ങ് ചുരുട്ടിക്കുട്ടി മൂലക്കിരുത്തിയില്ല നിങ്ങള്. അന്ന് മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പ്, തൊട്ടതിന് മുമ്പുള്ള ദിവസങ്ങൾ നിങ്ങൾ വടകരയിൽ വന്നിറങ്ങിയ ഒരു ദിവസമുണ്ട്. നിങ്ങൾ
പാലക്കാട് നിന്ന് പാലക്കാട്ടെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ നിങ്ങൾ പാലക്കാട് നിന്ന് വണ്ടി കയറി നിങ്ങൾ വടകരയിൽ വന്നിറങ്ങിയ ദിവസമുണ്ട്. ആ ദിവസം ഇവരുടെ കുരു പൊട്ടി തുടങ്ങിയതാണ്. അന്ന് തുടങ്ങിയതാണ് ഇവരുടെ ഈ സൂക്കേട്. നിങ്ങളാണ് ഈ സഖാക്കളുടെ, ഈ CPM-ന്റെ, ഈ കഴുകക്കൂട്ടങ്ങളുടെ ഒക്കെ കണ്ണിലെ കരട് നിങ്ങളാണ്. ഈ സഖാക്കളുടെ ചില തിട്ടൂരങ്ങൾക്കനുസരിച്ച് ചില കൂട്ടിക്കൊടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സോ കോൾഡ് മാധ്യമ പ്രവർത്തകർ എന്ന് വിളിക്കുന്ന ചില തെണ്ടികളുടെ പരിപാടികൾ എന്ന് പറയുന്നത്. ഇവരെ തെണ്ടികളെന്ന് ഞാൻ വിളിക്കും, ഇവരെ തന്തയില്ലാത്തവരെന്ന് ഞാൻ വിളിക്കും. കാരണം ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്, പ്രവൃത്തി അങ്ങനെയാണ്. പ്രവർത്തികൾ വിലയിരുത്തിയിട്ട് നമ്മൾ അങ്ങനെ വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇനി എന്നെ തെറ്റുണ്ട്, നീ തിരുത്തണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗകര്യമില്ല എന്ന് പറയാൻ ഞാൻ തീരുമാനിക്കും. മനസ്സിലായില്ലേ? അപ്പോ എന്റെ തീരുമാനം എന്ന് പറയുന്നത് എന്റെ ശരിയാണ്, അതിനനുസരിച്ച് തന്നെ ഞാൻ പ്രവർത്തിക്കും. അപ്പോ ഷാഫി പറമ്പിൽ നിങ്ങളാണ് കണ്ണിലെ കരട്. കാരണം ടീച്ചർ അമ്മയെ അങ്ങ് ചൂട്ടിക്കൂട്ടി മൂലക്കിരുത്തി എന്ന് മാത്രമല്ല, നിങ്ങളെ തോൽപ്പിക്കാൻ വടകരയിൽ എല്ലാ കാടുകളും ഇറക്കിയവരാ. വർഗീയതയുടെ അങ്ങേ അറ്റം വരെ കണ്ടവരാണ് ഇവർ. വർഗീയത ഈ കേരളത്തിൽ സംഘികൾ പോലും മറക്കുന്ന തരത്തിൽ വർഗീയ പ്രചരണങ്ങൾ വടകരയിൽ അഴിച്ചുവിട്ടവരാണ് ഈ സഖാക്കൾ എന്ന് പറയുന്ന തെണ്ടികൾ, കഴുകക്കൂട്ടന്മാർ. നിങ്ങളെ തോൽപ്പിക്കാൻ എന്നിട്ട് തോറ്റില്ല. അവിടെയും തീരുവോ ഷാഫിക്ക? അവിടെയും തീരില്ല എന്ന്. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ തടിച്ചുകൂടി ആളുകൾ ഇങ്ങനെ പഞ്ചിയല്ലേ, അതിൽ പ്രായ വ്യത്യാസമില്ലാതെയാ. അങ്ങേയറ്റം വയോധികരായ വൃദ്ധരായ ജനം, ഇങ്ങ് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ നിങ്ങളെ കാണാൻ, നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, നിങ്ങൾക്കൊന്ന് ഷെയ്ക്ക് തരാൻ, നിങ്ങളുമായിട്ടൊരു സൗഹൃദം അല്ലെങ്കിൽ ഒരു മുഹൂർത്തം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തത്രപ്പാടുപെടുകയാണ്. അപ്പോ നിങ്ങളെ നിങ്ങളെ ചുറ്റും കൂടുന്ന ഈ ജനങ്ങളെ കാണുമ്പോൾ, ഈ ഒരു ജനസഞ്ചയത്തെ കാണുമ്പോൾ ഇവർക്ക് കുരുമുട്ടും. കാരണം ഒരു നല്ല നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ആ നിരീക്ഷണം ഇങ്ങനെയായിരിക്കണം. എന്താണ്? കേരളം കണ്ട ജനകീയനായ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും പ്രഗത്ഭനായ നേതാവാണ് ആര്? ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ആ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഷാഫി പറമ്പിലായി മാറുകയാണ് അതിപ്പോ. കാരണം കേരളത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെ ഷാഫി പോയാലും ഇതാണ് അവസ്ഥ. ഇത് പിണറായി വിജയന് പോലും ലഭിക്കാത്ത കാര്യമാണ്. PR വർക്കുകൾ നടത്തിയിട്ട് തന്റെ കൂടെ കിങ്കരന്മാരെ കൂട്ടി നടന്നാൽ പോലും പിണറായി വിജയന് പോലും സാധിക്കാത്ത കാര്യം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവജന നേതാവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സഖാക്കളുടെ ചങ്കിടിപ്പാണ്, അവരുടെ നെഞ്ചിരിപ്പാണ്, അവരുടെ ഉള്ളിലെ ആ രോഷം ഇങ്ങനെ കത്തിപ്പുകയുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വടകരയിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം നിങ്ങളെ തടയാൻ ഒരു അക്രമി സമൂഹം അല്ലെങ്കിൽ തെമ്മാടി കൂട്ടം തുനിഞ്ഞിറങ്ങി താങ്കളുടെ വാഹനത്തിന് മുന്നിൽ ചെന്ന് ഇറങ്ങി ചാടിയത് അത് താങ്കളോടുള്ള വിരോധമാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ മാധ്യമങ്ങളിൽ ഈ തെമ്മാടി കൂട്ടങ്ങൾ എഴുതി വിട്ടതും പടച്ചു വിട്ടതും. അപ്പോ രാഹുൽ മാങ്കൂട്ടമല്ല ലക്ഷ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ഇരയാക്കുകയാണ്. ആ ഇര വഴി കൊത്തേണ്ട വ്യക്തി നിങ്ങളാണ്. നിങ്ങൾ സൂക്ഷിക്കണം. കാരണം വടകരയുടെ മണ്ണിൽ നിങ്ങൾ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ നിങ്ങൾ സൂക്ഷിക്കണം. അത് അങ്ങനെ പറയാനുള്ള കാരണം ഇവർ അവസാനത്തെ ആയുധം എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇവർ കടക്കുമെന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ നിങ്ങൾ പലപ്പോഴും പല രീതിയിലും നിങ്ങൾ സൂക്ഷിക്കണം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി ചിലപ്പോൾ നിങ്ങളുടെ പുറകെ വരും. നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിൽ ഉണ്ടാവും, നിങ്ങൾ താമസിക്കുന്നിടത്തുണ്ടാവും, നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴികളിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടികൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. പ്രിയപ്പെട്ട വടകരക്കാരെ, നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം, അയാളുടെ ജീവൻ പോലും നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ആ മനുഷ്യനെ സംരക്ഷിച്ച് പിടിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ആ ഉത്തരവാദിത്തം നിറവേറ്റണം.
അയാൾക്കെതിരെ ആരെങ്കിലും കുരച്ചു ചാടിയിട്ടുണ്ടെങ്കിൽ, കൈകാര്യം ചെയ്യേണ്ടവരാണെങ്കിൽ കൈകാര്യം ചെയ്തിരിക്കണം. ഒന്നിനെയും വെറുതെ വിടരുത്. നിങ്ങൾ ഒന്നിനെയും വെറുതെ വിടരുത്. കാരണം വിലപ്പെട്ടതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ള നിശ്ചയദാർഢ്യം നിങ്ങളിൽ ഉണ്ടാവണം. ആ നിശ്ചയദാർഢ്യം നിങ്ങളിൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഷാഫി പറമ്പിൽ, നിങ്ങൾക്കെതിരെ വരുന്ന വാർത്തകൾ, നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഉണ്ടാക്കുന്ന രീതികൾ, ഇതിലൊന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പാലക്കാട് നിങ്ങൾ മെഞ്ഞാന്നൊരു കല്യാണത്തിന് പോയപ്പോ എഴുതി വിട്ടത് എന്താ? ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന്. ആരാണ്? ഒന്ന്, നിങ്ങൾ പാലക്കാട് വന്നിറങ്ങിയ ദിവസം അവിടെ ഇല്ലാത്ത വ്യക്തിയുമായി കൂടിച്ചേർന്നു എന്നാണ്. എന്നിട്ട് അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് വിശ്വാസമുള്ളതല്ല, വിശ്വാസമുള്ള സോഴ്സിൽ നിന്ന് ലഭിച്ചതാണ് ഇവർക്ക് എന്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ എന്നാ പറയുന്നത്. ആയിക്കോട്ടെ, വിശ്വാസമുള്ള സോഴ്സ് ഏതാ? സോഴ്സ് CPM ആരാ? സഖാക്കളാ? ആ ചെറ്റകൾക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? ആ തെമ്മാടികൾക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? ആ തെമ്മാടികൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ഈ ചെറ്റകൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ധാർമ്മികത ഉണ്ടെങ്കിൽ മുകേഷും ശശിയും PK ശശിയും കടകംപള്ളി സുരേന്ദ്രനും ഗണേഷ് കുമാറും പിന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ട് AK ശശീന്ദ്രനും അങ്ങനെ 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 എണ്ണിയാൽ തീരാത്തത്ര എണ്ണം ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പോ ധാർമ്മികതയൊന്നും ഇവരുടെ തൊട്ട് തീണ്ടാത്ത കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ലോജിക്കൊന്നും ഇവർക്ക് ഒരു കാര്യമേ അല്ല. ലോജിക്കൊന്നുമല്ല ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം രാഷ്ട്രീയം മാത്രമാണ്. ആ ചെന്നായ കൂട്ടങ്ങളുടെ കാര്യം അത് പരിഗണിക്കാൻ പറ്റുന്ന ഒന്നല്ല. പരിഗണിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇവരുടെ കാര്യം. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ താങ്കൾ അത്രയധികം ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ പറയണ്ടല്ലോ, അവരുടെ ഈ ഒരു അസ്വസ്ഥതക്കുള്ള കാരണം എന്ന് പറയുന്നത് ടീച്ചറമ്മ അങ്ങ് ഡൽഹിയിലെ ഫ്ലാറ്റ് വരെ ബുക്ക് ചെയ്തതാ. MP ആയി അങ്ങ് ഡൽഹിയിൽ ഞാൻ ഉണ്ടാകും, പാർലമെന്റ് ചേരുന്ന സമയങ്ങളിൽ ഡൽഹിയിൽ ഉണ്ടാവും, അതല്ലാത്ത സമയത്തിൽ കേരളത്തിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഫ്ലാറ്റ് അടക്കം അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തതാണ് ടീച്ചറമ്മ. ബട്ട് ഇതിപ്പോ ഇങ്ങുമില്ല അങ്ങുമില്ലാത്ത അവസ്ഥയായി പോയല്ലോ. അപ്പോ അതുകൊണ്ട് ഷാഫി, നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മാധ്യമങ്ങളിൽ ഇവിടെ ഇപ്പൊ മാധ്യമ പ്രവർത്തനം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരുമാതിരി കൂട്ടിക്കൊടുപ്പുകാരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും നമുക്ക് സ്ഥാനമില്ല. നിങ്ങൾ ഒരൊറ്റ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ വടകരയുടെ മണ്ണിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടെ നിങ്ങളുടെ ജീവൻ, അതിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങൾ അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ള മാത്രം ഒരു അഭ്യർത്ഥന താങ്കളോടുണ്ട് മിസ്റ്റർ ഷാഫി പറമ്പിൽ.